ഗൈസ്, രാവിലെ തന്നെ ഞാൻ ഈ ബൊക്കയും പിടിച്ച് പോണതേ ഇന്ന് നമ്മൾ അമൃതന്റെ കല്യാണം ഉറപ്പിക്കലാണ്. അതിനേക്കുള്ള ബൊക്ക ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കൊടുക്കാനാണ്. പക്ഷെ ബ്രൂട്ടീഷും മാത്രം ഞാൻ ചെയ്യാറില്ല, ഇതുവരെ ചെയ്തിട്ടില്ല. മേക്കപ്പ് കൂടുതലാണ് ചേട്ടാ. ഓക്കത് കൊടുത്തിട്ട് പേരെ പോയിട്ട് ഞാനും പിന്നെ അങ്ങോട്ട് മാറ്റി ഇറങ്ങി. നമുക്ക് ഇന്നൊരു കല്യാണം ഉണ്ട്. ആരതാന്ന് വെച്ചാൽ നമ്മളെ പേരെന്റെ തൊട്ടപ്പുറത്ത് പുരത്തെ കാക്കന്റെ ഒരു ഇപ്പൊ ഇവിടുന്ന് താമസം മാറിയിട്ട് ഒരു 2-3 ആഴ്ചയായി. അങ്ങനെ അയലൊക്കെക്കാർക്ക് പോകാൻ വേണ്ടി സെറ്റ് ആക്കിയിട്ടുള്ള വണ്ടിയുടെ അടുത്ത് നമ്മളെത്തി. ഈ വണ്ടിയിലുള്ള മൊത്തം നമ്മളെ പറഞ്ഞ അടുത്തുള്ളവരാണ്. അതിന്റെ അടുത്ത് ട്രൂ ലബിന്റെ അടയാളമായിട്ട് ഒരു കപ്പിൾസ്. ഇവർ എവിടെ ഇരുന്നാലും ഒരുമിച്ച് മാത്രമേ ഇരിക്കുള്ളൂ അത്രേ. ആടെ ഞങ്ങൾ നേരെ പോയത് ചെക്കൻ്റെ കൂട്ടർ ഇപ്പൊ താമസിക്കുന്ന പേരേക്കാണ്. അവിടെ ചെന്ന് ഓരൊക്കെ കൂട്ടി ഞങ്ങൾ നേരെ പോകുന്ന പെണ്ണിന്റെ അടുക്കാണ്. കാറിന്റെ ഫ്രണ്ട് സീറ്റിൽ ഇരുന്ന് വിളിക്കുന്നതാണ് കല്യാണ ചെക്കൻ. ഇതാണ് ചെക്കൻ്റെ ഉമ്മ. പെണ്ണിന്റെ പേരെ വരുന്ന പാക്കണിയാണ്. പിന്നെ ഞങ്ങൾ നേരെ അങ്ങോട്ടെത്തി. അവിടെ എത്തിയപ്പോത്തിന് എല്ലാവരും രമേശനോടെ നിന്ന് തയ്പ്പിച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തോണ്ടിരിക്കാൻ കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് വിഷമിന്റെ അസുഖങ്ങളെ കൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. അപ്പോഴാണ് കേൾക്കുന്നത് സ്വാഭാവികമായിട്ട് ചെക്കന്റെ വീട്ടിൽ നിന്ന് വന്നവർക്ക് മഹർ കിട്ടിയതിനു ശേഷമാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. ഇതിപ്പോ ഈ ബിരിയാണിന്റെ കാര്യത്തിൽ നമുക്ക് പെൺവീട് ആൺവീടൊന്നുമില്ല, എല്ലാം നമ്മളെ പേര് തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് അതാണ് കഴിച്ച്. ഫുഡ് അടി കഴിഞ്ഞ് 2 ഫോട്ടോസ് എടുത്ത് തിരിച്ചു വന്നപ്പോത്തിനും എല്ലാവരും കല്യാണം കഴിഞ്ഞ് തിരിച്ചു പോകാൻ വേണ്ടി വണ്ടി കയറിയിട്ട് ഞങ്ങളെ കാത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ചെക്കനും വേണ്ടൊന്നും ഒരുമിച്ച് സ്റ്റേജിൽ നിൽക്കുന്ന പോലെ നമുക്ക് കാണാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ എന്തായാലും ഞങ്ങൾ നേരെ പേരേക്ക് വന്ന് ഇനി നമുക്ക് രാത്രി ഒന്നും കൂടി മാറ്റി ഒരുങ്ങി ഓഡിറ്റോറിയത്തേക്ക് പോവാണ്ട്. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തി നോക്കുമ്പോൾ ചെക്കനും വേണ്ടോ അവിടെ ഇല്ല. ഓരോനി നാളെ വരുള്ളൂ അത്രേ. ചെക്കനും വേണ്ടോ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നെയ്ച്ചറും ബീഫറിയും ഉണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അത് അഡ്ജസ്റ്റ് ചെയ്ത്. ഉമ്മയാണെങ്കിൽ ഈയിടെ ഭയങ്കര മോഡേൺ ആണ്. ഫർദൊക്കെ ഒഴിവാക്കിയിട്ട് ഫുള്ള് ചുരിദാർമ കയറിക്കണേ. പിന്നെ ഇതാണ് ചെക്കന്റെ ഏറ്റവും ചെറിയ അനിയൻ, ഇതാണ് ചെക്കന്റെ നടുക്കത്തെ അനിയൻ, ഇതാണ് ചെക്കന്റെ ഉമ്മ, ഇതാണ് ചെക്കന്റെ ഉപ്പ. കല്യാണ ചെക്കനെ പെണ്ണിനെ ഞാൻ കാണിച്ചു നിൽക്കില്ലെങ്കിലും മോന്റെ ഫാമിലി ഫുള്ള് ഞാൻ കാണിച്ചു നിൽക്കല്ലോ. അതുകൊണ്ട് പിന്നെ ഇനി ആരും പരാതിയൊന്നും പറയണ്ട. എന്തായാലും ഈ കല്യാണത്തിന്റെ ബാക്കി കല്യാണം നാളെ ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ചെക്കനെ പെണ്ണിനെ കാണിച്ചു തരാം. ഇപ്പൊ ഞങ്ങൾ പറയപ്പെട്ടെ. അപ്പൊ ബൈ.